റോക്കറ്റ് വീണ വേഗത്തിലല്ലേ ആ റോബി ഭാസ്കരൻ ചാടിയത്. വൈദ്യര് വയറിളക്കത്തിന് മരുന്ന് കൊടുത്ത വിവരം ആർക്കറിയാത്തത്? ഏതായാലും ഇനി അവൻ അംബികയെ ശല്യം ചെയ്യില്ല. ഇടയ്ക്കിടയ്ക്ക് ശല്യം ചെയ്യാൻ ഇവിടെ വേറൊരാളുണ്ടല്ലോ. എന്റെ അച്ഛനും അച്ഛമ്പങ്ങളായ നിന്റെ അമ്മയും കൂടി നമ്മുടെ കല്യാണം ഉറപ്പിച്ചിട്ട് നിന്റെ വയസ്സിന്റെ അത്രയും കാലായി. ഇനിയുള്ള കാലം കൂടെ ഈ ശല്യക്കാരനെ സഹിച്ചേ പറ്റുള്ളൂ. അതൊന്ന് മനസ്സിലിരിക്കട്ടെ. നമ്മുടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, ശരിയാക്കി തരുന്നുണ്ട് ഞാൻ. അതിന് നിന്റെ പെൺകോന്തൻ തന്തയല്ല ഞാൻ. ദാമ്പത്യ ജീവിതം എങ്ങനെ വിജയിപ്പിക്കാമെന്ന് വിശദമായി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എങ്കിൽ എന്റെ ഭാവി വരണമെന്ന് കേട്ടോ. മറ്റന്നാൾ എന്റെ പിറന്നാള്. എനിക്ക് എന്താ തരാൻ പോണേ? ഒരു ചൂട് മുത്തം തരാം. അയ്യേ, നാണല്ലേ മണിയേട്ടന്? എനിക്കൊരു വെള്ള മുത്തുമാല വാങ്ങിച്ചു തരോ? എന്തിനാ മുത്തുമാലയാക്കുന്നത്? ഒരു സ്വർണ്ണമാല തന്നെ വാങ്ങിച്ചുതരാം എന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞ അതൊരു അധിക പ്രസംഗമാവും. അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട്. മുത്തുമാലയാണെങ്കിൽ ഒന്നല്ല, 6 ഞാൻ വാങ്ങിച്ചു തരാം. 6 വേണ്ട, എനിക്ക് 1 മതി. നേരം കുറേ മണിയേട്ടാ, അമ്മ അന്വേഷിക്കുന്നുണ്ടാവും. കുറച്ചു നേരം കൊണ്ടൊന്നും ഇരിക്കുന്നു. അമ്മ അറിയാലോ മണിയേട്ടന്. ഞാൻ പോട്ടെ. മറ്റന്നാളേ മാല വേണോട്ടോ. പിന്നെ ഇവിടെ പ്രേമിക്കാൻ മുത്തുമാല വേണം, മുത്തുമാല വാങ്ങിക്കാൻ പണം വേണം, പണത്തിന് മോഷ്ടിക്കണം. എന്റെ ദൈവമേ, പ്രേതബാധയുള്ള സ്ഥലമാണെന്ന് അറിയാം. പക്ഷെ സ്വൈര്യമായിട്ട് തേങ്ങ മോഷ്ടിക്കാൻ വേറെ വഴിയില്ലഞ്ഞിട്ടാ. പ്രേതങ്ങൾ ഉപദ്രവിക്കരുതേ. വഴി പേര് തെങ്ങിന്റെ മുകളിലൊന്ന് കേറുക. രാത്രി ആയതുകൊണ്ടൊന്നും കാണാനും പറ്റുന്നില്ല. ടോർച്ചെടുക്കാൻ മറന്നുപോയി. പകലൊന്ന് നോക്കി വെക്കായിരുന്നു. ഇനിയിപ്പോ ഈ തെങ്ങിന്റെ മുകളിൽ തന്നെ കയറാം. നീളമുള്ള ഈ തെങ്ങിൽ കുലയും ഉണ്ടാവുന്ന പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കട്ടെ. എന്റെ തെങ്ങെ, നിന്റെ തേങ്ങ എന്റെ അമ്പികയ്ക്ക് മാല വാങ്ങാൻ. നേരം വെളുപ്പിക്കല്ലേ. തേങ്ങയായിരുന്നു. പേടിപ്പിച്ച് കളഞ്ഞല്ലോ ഇഷ്ട. തലേനെ വീഴാഞ്ഞ ഭാഗ്യം. കൊള്ളാലോ, ഇതിന്റെ മുകളിൽ മൊത്തം ഈ സൈസാണെങ്കിൽ എന്റെ അമ്പികയ്ക്ക് മുത്തുമാല. ഇതെന്താ തേങ്ങ മഴയോ? ഏതായാലും ഇന്നത്തെ പണി കുറഞ്ഞു കിട്ടി. തെങ്ങാണെങ്കിലും മനസാക്ഷിയുണ്ട്. ആരെ കടയേണ്ടത്? നാളെ അവിടെ തന്നെ കാണിക്കണേ. ഇതുകൊണ്ട് അമ്മയ്ക്കൊരു 10 മുത്തുമാലെങ്കിലും മേടിക്കാം. അയ്യോ, നടുപോയി. കാണുന്നില്ലല്ലോ. അയ്യോ, എവിടെ പോയി? ഞാനീ താങ്ങിട്ടില്ലേ? ദൈവമേ, ഇവിടെ പ്രേതബാധയുള്ള സ്ഥലമാണെന്ന് മുത്തശ്ശി പറഞ്ഞത് നേരായിരിക്കോ? ലംബോദര, എന്തോ? എവിടെ നോക്കിട്ടാ കുട പിടിക്കണേ? അതെ, നേരെ പിടി. ഓ, കുടപ്പറമ്പിൽ അടക്കി പറിച്ചോ? ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആളെ ഏർപ്പാടാക്കി പോരാ, ശ്രദ്ധിക്കണം. ഓ, കഴിഞ്ഞ മാസത്തെ തേങ്ങ വിറ്റോ? ഇല്ല. എന്തേ? കൊടുത്തിട്ടില്ല. 2 തേങ്ങ കൊടുത്ത ഒരു ചെറുനാരങ്ങ വാങ്ങിക്കാൻ പറ്റുമോ? തമാശ വേണ്ട. വേണ്ട. കുഞ്ഞനന്ത വാടക തന്ന പണത്തിൽ 75 പൈസ കുറവുണ്ടല്ലോ. അത് ഞാൻ എന്ത് ചെയ്തു? അതിന് ഞാൻ ബീഡി വാങ്ങിച്ചു. എന്നോട് ചോദിക്കാതെ ഒന്നും ചെയ്യരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. ആ 75 പൈസ എനിക്ക് തിരിച്ചു തരണം. ഞാൻ എവിടെ നിന്ന് തരാനാണ് നാരായണി? അടുത്ത മാസം ചെലവ് കാശിന് കുറച്ചോ? ലംബോദര, എന്തോ? എന്താ അവിടെ? വിരോധമില്ലെങ്കിൽ ഞാൻ പോയി നോക്കിയിട്ട് വരാം. കൂടാ. ഓ, ഞാൻ നോക്കണം. ഇങ്ങോട്ട് ഓടല്ലേ? ഒന്ന് വേഗം കാണണേ. അയ്യേ, അവിടെ എന്താ? ഒന്നുമില്ല. ഈ
കിളികളെ ഞാൻ വന്ന് നോക്കണോ? വേണ്ട വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. എന്താ അവിടെ? കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കാലമായിട്ടും എനിക്ക് തരാൻ കഴിയാത്ത ഒരു സാധനം നമ്മുടെ മോൻ മറ്റൊരാൾക്ക് കൊടുക്കുന്നു. എന്താ അത്? ചുംബനം. അച്യുതാ, രണ്ടുപേരും ഇവിടെ വാ. വിളയുന്നതിന് മുമ്പ് കൊയ്യണോ? കല്യാണം ഉറപ്പിച്ചിട്ടേ ഉള്ളൂ, കഴിഞ്ഞിട്ടില്ല. മനസ്സിലായോ? താലി കെട്ടുന്നതിന് മുമ്പ് ഇനി ഇത് ആവർത്തിച്ചാൽ പോയിക്കോ. നിക്കവിടെ. അച്യുതൻ അതിലെ, തങ്കമണി ഇതിലെ. പൊറുക്കണേ. അല്ലേലും പിടിക്കുന്ന കാര്യത്തിൽ നീ മിടുമിടിക്കുകയാണ് നാരായണി. ലംബോദര, ഓ. എന്തെങ്കിലും പറഞ്ഞോ? എങ്കിൽ കൊടപിടി. ഓ ഓ, എന്റെ നാരായണിക്കുട്ടിയുടെ സ്വഭാവം എത്ര നല്ലതാണ്. അല്ല വൈദ്യരെ, എനിക്കൊരു സംശയം. ഈ ശരീരത്തിനുള്ളിലും സംശയത്തിന് സ്ഥലമുണ്ടോ? ആട്ടെ, എന്താ സംശയം? ഈ വൈദ്യശാലയ്ക്ക് അഗസ്ത്യ വൈദ്യശാല എന്ന് പേരിടാൻ എന്താ കാരണം? അതോ, അഗസ്ത്യ രസായനം ഉണ്ടാക്കിയ അഗസ്ത്യ മുനിയെ പറ്റി നീ കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ പാവന സ്മരണയ്ക്കാ, അല്ലാതെ ആ അലവലാതി സിനിമാ നടൻ അഗസ്ത്യന്റെ പബ്ലിസിറ്റിക്കല്ല. ഈ ആഴ്ചയിലെങ്കിലും നമുക്ക് അമ്പല കമ്മിറ്റി കൂടണം. ഞാൻ അക്കാര്യം പറയാനിരിക്കുകയായിരുന്നു. പ്രസിഡന്റ്, ഞാൻ നിങ്ങളെ കാണാൻ കാത്തിരിക്കുകയായിരുന്നു. എന്താ? ആ മഷിനോട്ടക്കാര് പാര വെച്ച് പോലീസ് പിടിച്ചോണ്ടുപോയ പങ്കജാക്ഷന്റെ വല്ല വിവരമുണ്ടോ? സബ്ജയില്ല, ശിക്ഷ ചെയ്യുമ്പോ പുറത്തു വരും. ഏതായാലും കഷ്ടായി പോയി. കള്ളനോട് പരിധവിക്കേണ്ട കാര്യമുണ്ടോ ഇതില്? പങ്കജാക്ഷൻ കട്ടിട്ടൊന്നുമില്ല, അവര് ചതിച്ചതാ. ജയിലിൽ നിന്ന് പുറത്തു വരുമ്പോ മൂപ്പര് വെറുതെ ഇരിക്കും ആർക്കെങ്കിലും തോന്നുന്നുണ്ടാ? ഇനി എന്നാണാവോ പങ്കജാക്ഷം പുറത്തു വരിക? ഞാനെന്ന് പറഞ്ഞ ശത്രുവല്ല, മിത്രമാണ്. വാതിലുറക്ക്. ആരാണെന്ന് പറയാൻ. ഞാനാ പങ്കജാക്ഷൻ. എപ്പോ ഇറങ്ങി ജയിലിൽ നിന്ന്? ഇന്നിറങ്ങിയതേ ഉള്ളൂ. നേരെ ഇങ്ങോട്ട് പോകുന്നു ജോയിക്കുട്ടിയെ കാണാൻ. ലേശം ബുദ്ധിമുട്ടി. നീ കൂപ്പ് കോൺട്രാക്ടർ കാരപ്പറമ്പിൽ സെക്രട്ടറിയല്ലേ ഈ ലോഡ്ജിൽ താമസിക്കുന്നത്? ഓരോടത്തും ഓരോ പേര്. അതെ, നമ്മുടെ കൂടെ ജയിലിലുണ്ടായിരുന്നവർക്ക് സുഖമാണോ? അയ്യോ, പറയാം. ഗോപിയേട്ടനും മാധവേട്ടനും ജയിലിൽ ആടി. സുബ്ബയ്യ ആത്മഹത്യ ചെയ്തു. പോലീസിന്റെ അടി കൊണ്ട് ചത്തതാ. പിന്നെ നീ ജയിലിൽ വെച്ച് പോക്കറ്റടിച്ച് ജ്ഞാനാനന്ദൻ മഞ്ഞപ്പിത്തമെന്ന ആശുപത്രിയില്ല. അവിടെ നിന്ന് രക്ഷപ്പെടാനാണ് അവന്റെ പ്ലാൻ. ബാക്കി ഒന്നിനും പുറത്തേക്ക് ഇറങ്ങണമെന്ന് ഒരാഗ്രഹവും ഇല്ല. താമസവും ഭക്ഷണവും സൗജന്യമാണെന്ന് പറഞ്ഞ ഒറ്റ കിടപ്പാ. എനിക്കും അങ്ങനെ കിടന്നാ മതിയായിരുന്നു. അവിടെ ആകുമ്പോ ആ അലക്സാണ്ടറെ പേടിക്കാതെ കഴിയാമായിരുന്നു. ജയിലിൽ വെച്ച് പറഞ്ഞ ആ അലക്സാണ്ടർ ആണോ ഇത്? അതെ. അയ്യോ, ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ വിവരം അവരറിഞ്ഞു. അവരുടെ കണ്ണിൽ പെടാതെ ഒളിച്ചു നടക്കുക ഞാൻ. പെങ്ങളുടെ കല്യാണം നടത്താൻ വേറെ മാർഗം കാണാഞ്ഞിട്ടാ ആ കള്ളക്കടത്തുകാരുടെ സ്വർണം ഞാൻ മറച്ചു വിറ്റത്. ഇനി എന്ത് ചെയ്യണമെന്ന് ഒരു രൂപമില്ല. ആ അലക്സാണ്ടറിന് രക്ഷപ്പെടാന് ഒരിക്കൽ കള്ളക്കേസുണ്ടാക്കി ഞാൻ ജയിലിലായത്. ഇറങ്ങിയ പിന്നെ പേര് മാറ്റി ഇത്രയും ദിവസം ഇവിടെ കഴിഞ്ഞു. ഇനി തുടരാൻ പറ്റുമെന്ന് സംശയം. അതിനുള്ള വഴിയും കൊണ്ടല്ലേ ഞാൻ വന്നിരിക്കുന്നത്. കള്ളനെന്ന് മുദ്രകുത്തി എന്നെ ജയിലിൽ അയച്ച ആ മഷുനോട്ടക്കാര് കള്ള എംബോക്കികളോട് പ്രതികാരം ചെയ്യാൻ ജോയിക്കുട്ടി എന്നെ സഹായിക്കണം. ഞാനോ? അതെ, തിരിച്ച് നിനക്ക് ഭദ്രമായ ഒളിവ് സങ്കേതം ഞാൻ തരാം. അലക്സാണ്ടർ അല്ല, അവന്റെ അപ്പനപ്പൂപ്പം മഷിയിട്ട് നോക്കിയാലും നിന്നെ കണ്ടുപിടിക്കില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പുറം ലോകവുമായി വലിയ ബന്ധമൊന്നുമില്ലാത്ത എന്റെ ഗ്രാമത്തിലേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോവുകയാണ്. കൂപ്പ് കോൺട്രാക്ടർ കാരപ്പറമ്പിൽ സെക്രട്ടറിയായിട്ടല്ല, കുനിക്കാട്ടുശ്ശേരി ഉൽപ്പലാക്ഷനായിട്ട്. ഉൽപ്പലാക്ഷനെങ്കിൽ ഉൽപ്പലാക്ഷൻ പെട്ടി എടുക്കട്ടെ. ഇപ്പൊ എടുക്കണ്ട, തൽക്കാലം ഞാൻ പോയി തിരിച്ചു വരും. മഷിനോട്ടക്കാർ തമ്മിലുള്ള യുദ്ധത്തിന് തിരികൊളുത്തിയിട്ട്. വൈദ്യരെ, പങ്കജാക്ഷനോ? നിങ്ങളിപ്പോ ജയിലിൽ വന്നു? വരുന്ന വഴിയാ. വീട്ടിൽ പോയില്ലേ? ഇല്ല, ഞാൻ പുറത്തിറങ്ങിയ വിവരം ആരും അറിയണ്ട. നമുക്ക് തമ്മിൽ കുറച്ച് കളിക്കാനുണ്ട്. എന്റെ സീറ്റുകളിയാ? അല്ലടോ, എന്നെ കുരുക്കിലാക്കിയ 2 തെണ്ടി പരീക്ഷകളോടും എനിക്ക് പ്രതികാരം ചെയ്യണം.
എന്റെ എന്ത് സഹായം വേണേലും ചോദിച്ചോളൂ. ഒക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ഒരു പെരുങ്കള്ളനെ കൂട്ടിനും കിട്ടിയിട്ടുണ്ട്. ഇവിടെ ചിലത് വൈദ്യർക്ക് ചെയ്യാൻ കഴിയും. എന്തെങ്കിലും ഒന്ന് ചെയ്യാനായിട്ട് എന്റെ കൈ ഇങ്ങനെ തരിക്ക. എന്താ വെച്ചാ പറയും. ആദ്യം മഷിനോട്ടക്കാർക്കിടയിൽ മത്സര ബുദ്ധി വളർത്തണം. അത് ഞാൻ ഏറ്റു. അതിനെ വളർത്തി വളർത്തി വലുതാക്കി അവരെ തമ്മിൽ അടുപ്പിച്ച് വേർപിരിപ്പിക്കണം. അതും ഞാൻ ഏറ്റു. വഴികൾ ഞാൻ പറഞ്ഞുതരാം. ഇക്കാര്യത്തിൽ എനിക്കൊരു ഉപദേശത്തിന്റെ ആവശ്യമുണ്ടോ? അതുകൊണ്ടല്ലേ ഏഷണി വൈദ്യരെന്ന് പേര് കിട്ടിയതും. സത്യം പറഞ്ഞ 24 മണിക്കൂറും ഞാനിത് തുറന്നു വെച്ചിരിക്കുന്ന തന്നെ അതിനാ. അല്ലാതെ എനിക്ക് ഉറക്കം വരില്ല. ഇനിയിപ്പൊ കുറെ കാലത്തേക്കുള്ള പണിയായല്ലോ. ഞാൻ നഗരത്തിലേക്ക് തന്നെ തിരിച്ചു പോണു. ഇവിടെ ആകെ ചളവളമാകുമ്പോ ഞാൻ വരും ഉൽപ്പലാക്ഷനുമായിട്ട്. വരണേ. വരാം. അതെ, നാട്ടുകാരറിയും. പോയി മരുന്നടിക്ക വൈദ്യരെ. ഓ, ഞാൻ നിന്നെ പ്രേമിക്കുന്നു. ഇപ്പൊ ഇങ്ങോട്ട് വന്നേ. ഭാസ്കരൻ എന്നെ എന്ത് പറഞ്ഞാലും വിരോധമില്ല. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമൊക്കെ ഞാൻ കണ്ടതല്ലേ. ഇനി എന്ത് പറഞ്ഞാൽ എനിക്ക് തരാൻ പോണേ? വിഷ? അയ്യേ, അതൊക്കെ ഈ വൈദ്യരുടെ ഒരു തമാശയല്ലേ ഭാസ്കര. പ്രാണസങ്കടത്തോടെ പാലത്തിന്റെ മുകളിൽ നിന്ന് പുഴയിലേക്ക് എറിയ തമാശന്റെ ആയിരിക്കും. അതൊക്കെ അങ്ങ് മറക്ക് നീ. എന്തായി നിന്റെ പ്രേമൊക്കെ? തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുന്നു. യാതൊരു പുരോഗതി ഇല്ലെന്നേ. മാത്രമല്ല സ്വല്പം അതോതും കൂടിയാ. ഇങ്ങനെ പോയാ ഈ ജന്മത്ത് നിനക്ക് അംബികയും കിട്ടില്ല, തങ്കമണിയും കിട്ടില്ല, ഈ ലോകത്ത് ആരെയും കിട്ടില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യും വൈദ്യരെ? ചെയ്യേണ്ടതൊക്കെ ഞാൻ പറഞ്ഞു തരാം. നീ വാ. അംബികയ്ക്കോ തങ്കമണിക്കോ നിന്നോട് സ്നേഹമില്ല എന്ന് നീ കരുതുന്നുണ്ടോ? അവർക്ക് സ്നേഹ. പിന്നെ ആരാ തടസ്സം? വീട്ടുകാർ. അവരുടെ വീട്ടുകാര് മുറച്ചെറുക്കന്മാരെ കൊണ്ട് കെട്ടിക്കാൻ എല്ലാം തീരുമാനിച്ച സ്ഥിതിക്ക് പിന്നെ അവിടെ നിനക്ക് എന്താ സ്ഥാനം? ഇത് പറയാണോ എന്നെ വിളിച്ചത്? പറയുന്നത് മുഴുവൻ കേൾക്ക് നീ. അതിനു മുമ്പ് തോക്കിന്റെ അകത്ത് കയറി വെടിവെക്കാതെ. എന്നാ പറ. ഐക്യത്തിലിരിക്കുന്ന നാരായണിത്തള്ളയും കണാരം കാർന്നോരും തമ്മിൽ പിണങ്ങിയാൽ എന്താവും? കല്യാണം ചീറ്റും. മുറച്ചെറുക്കന്മാര് പിണങ്ങിപ്പോയാൽ പിന്നെ ആർക്കാ അടുത്ത സ്ഥാനം? ആർക്കാ? ഭാസ്കരൻ. ഈ റോമിയോ ഭാസ്കരൻ. നേരാണോ വൈദ്യരെ? പക്ഷെ അവന്മാര് തമ്മിൽ എങ്ങനെ പിണങ്ങും? അതിനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം. നീ എന്റെ കൂടെ നിൽക്കണം. ഇക്കാര്യത്തിന് എന്ത് ചെയ്യാനും ഞാൻ റെഡി. ഈ വരുന്ന വെള്ളിയാഴ്ച അമ്പല കമ്മിറ്റി കൂടുന്നുണ്ട്. കണാരൻ കാർന്നവരും നാരായണിത്തള്ളയും അടക്കം ഈ നാട്ടിലെ പ്രമുഖരൊക്കെ അവിടെ ഉണ്ടാവും. അവിടെ വെച്ച് നമ്മൾ രണ്ട് ചേരിയായി തിരിഞ്ഞ് മഷിതോട്ടക്കാരെ പരസ്പരം പുകഴ്ത്തിപ്പറഞ്ഞ് അവർക്കിടയിൽ അകൽച്ചയുടെ തുടക്കം കുറിക്കും. ഇതൊക്കെ നടക്കോ വൈദ്യരെ? നടക്കും. നീ കുറച്ച് ആളുകളെ നമ്മുടെ പക്ഷത്ത് ചേർത്തണം. ഞാൻ വിളിച്ചാൽ അത് ഏഷണിക്കാണെന്ന് കരുതും. അത് ഞാൻ ഏറ്റു. എന്നാൽ ഈ വരുന്ന വെള്ളിയാഴ്ച രണ്ടു മഷിനോട്ടക്കാരും തമ്മിൽ തല്ലി പിരിഞ്ഞിരിക്കും. എന്നാൽ ആ രണ്ട് പെൺകുട്ടികളെയും എനിക്ക് കിട്ടിയിരിക്കും. ഈ ഒരു പ്രശ്നത്തിന് വേണ്ടി തന്നെ ഇത് 6ാമത്തെ മീറ്റിംഗാ. ഇപ്രാവശ്യം ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നാണക്കേടാ. സ്വർണ്ണത്താഴിക കൂടെ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞ ചില്ലറക്കാരിയാ. പണത്രയാ വേണ്ടത്? പ്രശ്നത്തിൽ കണ്ടാലേ ചെയ്യാതിരിക്കാൻ പറ്റുമോ? പണം നമ്മളുണ്ടാക്കണം. ഇത്രയും കാലമായിട്ട് ഒരുത്തരും ഉണ്ടാക്കില്ലല്ലോ. ചോദിക്കേണ്ടവരോട് ചോദിച്ചെങ്കിലല്ലേ കിട്ടേണ്ടത് കിട്ടൂ. ഒരാവശ്യം വരുമ്പോ കൈയയച്ച് സഹായിക്കാൻ ഈ നാട്ടിൽ ഒരാളല്ലേ ഉള്ളൂ. തെക്കേക്കര നാരായണിത്തള്ള, അല്ലാതെ വേറെ ആരാണ്? അങ്ങനെ അങ്ങ് ഉറപ്പിച്ചു പറഞ്ഞാലോ ബാലേട്ടാ? വടക്കേക്കര കണാരം കാണുന്നത് മറന്നോ? തെക്കേക്കരക്കാർക്ക് എന്താ ഒരു കുറവ്? പണമല്ലേ, പ്രതാപമല്ലേ? ഇതൊക്കെ വടക്കേക്കരക്കാർക്കും ഇല്ലേ? വടക്കേക്കരക്കാർക്ക് ഇല്ലാത്തൊന്ന് തെക്കേക്കരക്കാർക്കുണ്ട്. അതെന്താ? സുന്ദരിയായ ഒരു മോള്. ഈ നാട്ടിലെ സുന്ദരി ആരാണെന്ന് ചോദിച്ചാൽ അംബികയാണെന്നല്ലേ പറയാനൊക്കൂ. തങ്ക വിളിക്കുന്ന ഒരു കുറവ്. പൊട്ടക്കരത്തിന് കണ്ണും മൂക്കും മരച്ചാൽ എങ്ങനെയാ? അതുപോലുണ്ട്. തൊഴിലിപ്പിലേക്കാൾ നല്ലത് തങ്കയുടെ സ്വഭാവത്തിന് എന്താണ് ഒരു കുഴപ്പം? അണ്ണും കയ്യും കാലും കാണിച്ച് കാർന്നോരുടെ മുறை തട്ടിയെടുത്തല്ലേ? വല വീശി പിടിക്കുന്ന പാരമ്പര്യത്തിന്റെ കാർന്നോർക്കായിരിക്കും. ഏറ്റവും അധികമൊന്നും പറയണ്ട. എന്തെങ്കിലും പറയാനുള്ളത് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണോ? അത് തന്നെ എനിക്ക് പറയാനുള്ളത്. നിനക്ക് പറയാനുള്ളതൊക്കെ ഈ കോത്തിനെ കൊണ്ട് പറയിപ്പിക്കല്ലേ നീ? ആണ്, ഞാൻ പറയിപ്പിച്ച എന്താ വേണ്ടത്? നിങ്ങൾ തന്നെ പ്രശ്നം ഉണ്ടാക്കരുത്. ഇത് ഇത്തിരി പ്രശ്നം തന്നെയാ. പ്രായത്തിൽ കുറഞ്ഞ ഇവിടെ ഒപ്പത്തിനൊപ്പം മഷിനോട്ടക്കാരിയാക്കിയത് എന്റെ തെറ്റാ. ഞാൻ മഷി നോക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ കഴിവുണ്ട്. ഏട്ടിന് വരെ സംശയമുള്ള പലതും പലപ്പോഴും ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ? ധിക്കാരി, ഗുരുത്തോഷം പറയുന്നോ? നീ ഗുണം പിടിക്കില്ല. നിന്റെ അവതാരം കൊണ്ട് ഗുണം പിടിക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല. ഇന്ന് മുതൽ ഇങ്ങനെ ഏട്ടൻ എനിക്ക് വേണ്ട. വേണ്ടടി, ഇങ്ങനെയൊന്നും വെക്കൽ ഇരിക്കും വേണ്ട. നീ പോടി. പോടാ. അല്ല, ഇതെന്താ കഥ? മനുഷ്യന്മാരെ നമ്മൾ പിണങ്ങാനൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാലും ഇങ്ങനെയുണ്ടോ ഒരു പിണക്കം? എന്റെ ഈശ്വരാ, എനിക്കിത് കാണാനും കേൾക്കാനും വയ്യേ.